അവൻ്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. അവൻ അവളോട്, ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. ഇതെല്ലാം സംഭവിച്ചപ്പോഴും നോക്ക്, സംതിങ് വണ്ടർഫുൾ. ഇതാണ് നമ്മുടെ റെസ്പോൺസ് എന്തായിരിക്കണം എന്നുള്ളതിന് ഇതിക്കുള്ള എന്ത് ഉദാഹരണം വേണ്ട. അവൻ്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞത്, നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. എടേ, നീ ദൈവത്തെ ഇത്രയും ഭക്തൻ, ദൈവം തന്നെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും ഭക്തൻ നീയാണെന്ന്. ഇനി എന്തിനാ ഈ ഭക്തി പിടിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനിയെങ്കിലും നിന്റെ ഭക്തി മുറുകെ പിടിക്കുന്നത്, അല്ലെങ്കിൽ നിന്റെ ഭക്തി മുറുകെ പിടിക്കുന്നത് നിർത്തിയിട്ട് ദൈവത്തെ ത്യജിച്ച് മരിച്ചു കളക. അപ്പോഴവൻ ചോദിക്കുകയാണ്, നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത് എന്താണ്? Thou speaketh as one of the foolish woman. നീ എന്താ പൊട്ടി സംസാരിക്കുന്ന പോലെ, ഫൂളിഷായിട്ട് സംസാരിക്കുന്നത്? എന്തോ ഇതിന് ഇത്ര വലിയ ഫൂളിഷ്നെസ്? ആ വാക്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. നീ ദൈവത്തെ ത്യജിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുന്ന പറഞ്ഞാൽ പിന്നെയും ബുദ്ധി ഉണ്ടെന്ന് പറയാം. ഇതിപ്പോൾ എന്താണെങ്കിലും ചാകുമെന്നാണ് ഇവൾ പറയുന്നത്. എന്നാൽ പിന്നെ ദൈവത്തെ ത്യജിച്ചിട്ട് ചാകുന്ന എന്തിനാണ്? ഇല്ലേ, ദൈവത്തെ ത്യജിച്ചിട്ട് അപ്പോൾ അതിനകത്ത് വല്ല ബുദ്ധി വല്ലതും ഉണ്ടോ? ദൈവത്തെ ത്യജിച്ചാലും അവൻ രക്ഷപ്പെടുമെങ്കിൽ പിന്നെയും വേണ്ടുകയില്ല. ഇവിടെ പറയുന്നത് ദൈവത്തെ ത്യജിച്ച് നീ ചത്ത് കളക. എൻ്റെ അടുത്ത് ആ വിളിച്ച മോൻ എന്നോട് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു, ഞാൻ ദൈവത്തെ കളഞ്ഞേച്ച് വേറെ പണി വല്ലതും നോക്കുക. ഞാൻ പറഞ്ഞു, ദൈവത്തെ കളഞ്ഞേച്ച് വേറെ വല്ല പണി നോക്കിയാൽ നീ രക്ഷപ്പെടുവോ? ദൈവത്തെ കളഞ്ഞേച്ച് വേറെ പണി നോക്കിയാൽ നീ രക്ഷപ്പെടുവോ? എന്നാൽ പിന്നെ പോയി എങ്ങനെ രക്ഷപ്പെടും? ഞാൻ പറഞ്ഞു, ഇത് ഫൂളിഷ്നെസ് ആണെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ നീ കളഞ്ഞേരെ. ദൈവത്തിൻ്റെ പുറകെ പോകുന്നത് വിഡ്ഢിത്തമാണെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ, വെറും തോന്നലാണെങ്കിൽ നീ നഷ്ടം ഉണ്ടാക്കും. അതാണ് നിൻ്റെ അവസാനത്തെ തീരുമാനമെങ്കിൽ നീ ഇതിൻ്റെ പുറകെ പോകണമെന്ന് ഞാൻ പറയത്തില്ല. അങ്ങനെ ഒരാൾക്ക് പോകാൻ പറ്റത്തില്ല, അല്ലേ? അങ്ങനെ ഒരാൾക്ക് പോകാൻ കഴിയില്ല. ഇത് ഫൂളിഷ്നെസ് എന്ന് പറയാൻ കാര്യം, ദൈവത്തെ ത്യജിച്ചിട്ട് കാര്യം സാധിക്കുകയാണെങ്കിൽ പിന്നെയും വേണ്ടുകയില്ല. ഇവൾ പറയുന്നത് എന്താണ്? ദൈവത്തെ ത്യജിച്ച് മരിച്ചു കളക. അത് ഫൂളിഷല്ലേ? പക്ഷേ ഇയ്യോബ് എന്ത് ചെയ്യുന്നില്ല? ഇയ്യോബ് ചോദിക്കുന്ന ചോദ്യം, നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നതാരാ? ഇറ്റ് ഈസ് ഗോഡ്. നമ്മുടെ അസ്തിത്വം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്? ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ചിലപ്പം നന്മ, ചിലപ്പം തിന്മ. പക്ഷെ നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മുടെ അസ്തിത്വവുമായിട്ട് ബന്ധപ്പെടുത്തി കിടക്കുന്നതാണ്. അതാണ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഈ ഭക്തി എന്നുള്ളതിനകത്ത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇൻറ്റഗ്രിറ്റി എന്നാണ്. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖണ്ഡത എന്നൊക്കെ നമ്മൾ പറയും. അഖണ്ഡത മലയാളം വാക്ക് ഉപയോഗിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവും നമ്മളും തമ്മിലുള്ള ആ റിലേഷൻ, അതാണ് ഭക്തി. ഭക്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ റിലേറ്റഡ് ആൻഡ് യു ആർ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ക്ലോസ് ടു ഗാഡ്, യു ആർ ലിങ്ക്ഡ് വിത്ത് ഗാഡ്. ദൈവവുമായിട്ട് നമ്മൾ യോജിപ്പിക്കപ്പെട്ട് കിടക്കുകയാണ്. ആ ദൈവവുമായിട്ടുള്ള നമ്മുടെ ആ യൂണിയനെ നശിപ്പിക്കുന്നതിനെയാണ് ഭക്തി ത്യജിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പറയുന്ന ഇതാണ്, ചോദിക്കുന്ന ചോദ്യം, അതെങ്ങനെ പറ്റുന്നത്? നിന്റെ ഭക്തി ത്യജിക്കുക എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അസ്തിത്വം ആരുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുക. ഇവിടെ പറയുന്ന കാര്യം ഇതാണ്, നീ ഇപ്പോഴും ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളക. അപ്പോൾ ദൈവത്തെ ത്യജിച്ച് പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്ക് ദൈവവുമായിട്ടുള്ള അവൻ്റെ റിലേഷൻ കട്ട് ചെയ്യാമെന്നാണ്. അതല്ലേ പറയുന്നത്, ദൈവത്തെ ത്യജിക്കുക എന്ന് പറയുന്നത്. അവൻ ചോദിക്കുന്നത് അതെങ്ങനെയാണ് പറ്റുന്നത്? അത് പറ്റില്ല. എന്തുകൊണ്ട്? കാരണം നന്മയും തിന്മയും എനിക്ക് ലഭിക്കുന്ന നന്മയുടെയും തിന്മയുടെയും അടിസ്ഥാനത്തിലല്ലല്ലോ ഞാൻ ദൈവവുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കുന്നത്. എൻ്റെ അസ്തിത്വവുമായിട്ട് ദൈവത്തിൻ്റെ അസ്തിത്വം ചേർന്ന് കിടക്കുകയാണ്. പിന്നെങ്ങനെ എനിക്ക് മാറാൻ പറ്റുന്നത്? നാം ദൈവത്തിൽ നിന്ന് ഇടയ്ക്ക് നന്മ കൈക്കൊണ്ടു, ഇടയ്ക്ക് തിന്മയും കൈക്കൊള്ളുന്നു. അതും ഇതുമായിട്ട് എന്താ ബന്ധം? നമുക്ക് എത്ര വലിയ ഒരു കാഴ്ചപ്പാടാണെന്ന് മനസ്സിലാക്കണം. അതായത് ദൈവവും ഞാനും തമ്മിലുള്ള ആ ബന്ധം, ആ ലിങ്ക് എനിക്ക് ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളുമായിട്ടോ, തിന്മ ദൈവം ചെയ്യത്തില്ല, പക്ഷെ ഞാൻ പറഞ്ഞത് എനിക്ക് ദൈവം ചെയ്യുന്ന ഭൗതികമായ നന്മകളുമായിട്ടോ ഭൗതികമായി എനിക്കുണ്ടാകുന്നതായ ചില ദുരന്തങ്ങളുമായോ ബന്ധപ്പെട്ട് കിടക്കുന്നില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ പ്രിയമുള്ളവരെ? നമ്മൾ പക്ഷേ എപ്പോഴും ദൈവബന്ധം കാണുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഭൗതിക കാര്യങ്ങളിലുള്ള നമ്മുടെ അനുഗ്രഹങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. നമ്മൾ പറയുന്നത്, ഞാൻ ദൈവത്തെ വിളിച്ചു, കർത്താവ് എനിക്കിത് തന്നു, ഞാൻ കർത്താവിനെ വിളിച്ചു, കർത്താവ് എനിക്കിത് തന്നു. ഇതൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളവ കർത്താവ് തന്നിരിക്കും, തന്നില്ലെന്നിരിക്കും. നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, ചിലപ്പോൾ തിന്മയും കൈക്കൊള്ളേണ്ടി വരും. പക്ഷേ നിങ്ങളുടെ അസ്തിത്വം ദൈവത്തിൻ്റെ അസ്തിത്വവുമായി ലിങ്ക്ഡ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? ആ ഒരു നിലയിലുള്ള ബന്ധമുണ്ടെങ്കിൽ പരിശോധനകളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും ദൈവത്തെ ത്യജിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കത്തേയില്ല. അതിൻ്റെ ആവശ്യവും ഉണ്ടാകുന്നില്ല. അവൻ പറയുന്നത് ദൈവമാണ് സോവറിൻ, ദൈവമാണ് തീരുമാനിക്കുന്നത്, ദൈവമാണ് പരമാധികാരി. എൻ്റെ ഇൻറ്റഗ്രിറ്റി എനിക്ക് നശിപ്പിക്കാൻ പറ്റില്ല. കാര്യം ഞാൻ ലിങ്ക്ഡ് ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ അസ്തിത്വവുമായിട്ടാണ്, എൻ്റെ അസ്തിത്വവുമായിട്ടാണ്, അല്ലാതെ എൻ്റെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടല്ല, എൻ്റെ വസ്തുക്കളുമായി ബന്ധപ്പെട്ടല്ല.
ഞാനും യേശുവും തമ്മിലുള്ള ബന്ധം എൻ്റെ ശരീരവുമായിട്ടോ എൻ്റെ വസ്തുക്കളുമായോ ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല. എൻ്റെ ആത്മാവും അവൻ്റെ ആത്മാവും കൂടെ ഫ്യൂസ്ഡ് ആണ്. ദൈവത്തിൻ്റെ ആത്മാവും എൻ്റെ ആത്മാവും തമ്മിലുള്ള ഫ്യൂഷനിലാണ് ഞാൻ അങ്ങനെ യൂണിയൻ, ക്രിസ്തുവിനോട് ചേരുവാൻ, യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്ന ഒരവസ്ഥ. യോഹന്നാൻ 15 അധ്യായത്തിൽ കർത്താവ് പറയുന്നു, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഇതൊരു യൂണിയനാണ്. ആ യൂണിയൻ എൻ്റെ വസ്തുവുമായിട്ടോ എൻ്റെ ശരീരവുമായിട്ടോ എൻ്റെ പണവുമായിട്ടോ ഒന്നും ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല. ദറ്റ്സ് നത്തിങ് ടു ഡു വിത്ത് ദാറ്റ്. ഈ റിലേഷൻ ഉണ്ടോ നമുക്കിന്ന്? ഈ ആഴത്തിലുള്ളൊരു ബന്ധമുണ്ടെങ്കിൽ നമുക്ക് പ്രതിസന്ധികളും വിഷയമല്ല, നമുക്ക് കൂടെ പൈസ കിട്ടിയാൽ അതും വിഷയമല്ല, നമ്മുടെ സമൃദ്ധിയും വിഷയമല്ല. സമൃദ്ധിയോ പ്രതിസന്ധിയോ നമ്മളെ വ്യത്യസ്തനാക്കുന്നില്ല. കാര്യം മൈ റിലേഷൻ ഈസ് വിത്ത് ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. മൈ എക്സിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസ് എൻ്റെ എക്സിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടല്ല കിടക്കുന്നത്, എൻ്റെ എക്സിസ്റ്റൻസ് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ദൈവം ഇല്ലെങ്കിൽ ഞാനില്ല. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുന്നത്, ബിക്കോസ് ഐ ലിവ്, ബിക്കോസ് ഹീ ലിവ്സ് ഐ ലിവ്, ഐ ലിവ് ബിക്കോസ് ഹീ ലിവ്സ്. ഞാൻ ജീവിക്കുന്നത് ആര് ജീവിക്കുന്നതുകൊണ്ടാണ്? യേശു ജീവിക്കുന്നതുകൊണ്ടാണ്. യേശു ജീവിക്കുന്നതുകൊണ്ടാണ്. ആ ഒരു റിലേഷനിലേക്ക്, അതാണ് സോവറിറ്റി ഓഫ് ഗോഡ്. അവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. സോവറിറ്റി എന്ന് ഞാൻ പറയുമ്പോൾ ദൈവത്തിൻ്റെ പരമാധികാരം. ഇറ്റ് ഈസ് ഗോഡ് ഹൂ ഡിസൈഡ്സ്. ദൈവമാണ് തീരുമാനിക്കുന്നത് എനിക്ക് നന്മ തരണോ തിന്മ തരണോ എന്നുള്ളത്. തിന്മ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈവിൾ എന്ന അർത്ഥത്തിലല്ല, പ്രത്യുത പ്രതിസന്ധികൾ എന്ന അർത്ഥത്തിലാണ്. നമ്മൾ ഈ ഓരോ വാക്ക് ഉപയോഗിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്, അല്ലേ? അല്ലെങ്കിൽ പിന്നെ അതിന് വേറെ അർത്ഥമുണ്ട്. ആ അർത്ഥമല്ല ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത്. ഈവിൾ എന്ന് പറയുന്നത്, ഇവിടെ പറയുന്നത് നമ്മൾ ദൈവത്തിൽ നിന്ന് നന്മ കൈക്കൊണ്ടു തിന്മയും കൈക്കൊള്ളേണ്ടതല്ലയോ എന്ന് പറഞ്ഞാൽ ഈവിൾ എന്ന അർത്ഥത്തിലല്ല. പ്രത്യുത എന്താണ്? ദൈവം നമുക്ക് ഉപകാരങ്ങൾ ചെയ്തു, ദൈവം നമുക്ക് പ്രതിസന്ധികൾ തരുമ്പോൾ നമുക്ക് പിന്മാറാൻ കഴിയുമോ? കാര്യം ഇൻറ്റഗ്രിറ്റി, എൻ്റെ അസ്തിത്വം ആരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ദൈവമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. നമുക്ക് അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടോ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ പരിശോധനകളെക്കുറിച്ചുള്ള ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ അതുകൊണ്ടുള്ള റെസ്പോൺസിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും പഠിച്ചത്. നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്? നമുക്ക് വീണ്ടും പഠിക്കാനുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഞാനങ്ങ് പറഞ്ഞു പോവുകയായിരുന്നു. കാര്യം ഇനി നമ്മളതിനകത്ത് പിന്നെയും വരാൻ ചിലപ്പോൾ സമയം കിട്ടിയില്ലെങ്കിൽ. ഇനി അടുത്തത് നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്. പരിശോധനകൾ എവിടെ നിന്ന് വരുന്നത് നമ്മൾ കണ്ടു. ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ഗാഡ്. പരിശോധനകൾ ദൈവത്തിൽ നിന്ന് വരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. ദൈവമാണ് ഇത് കൊണ്ടുതരുന്നത്. ദൈവമാണ് ഇത് കൊണ്ടുതരുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ ആ തരുന്ന ആളെ നോക്കി നമുക്ക് സന്തോഷിക്കാൻ പറ്റും. അല്ലാതെ ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് തിങ്. ഇപ്പോൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ വരുമ്പോഴത്തേക്ക്, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. നമ്മൾ കണ്ട ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഓൾ ദി ട്രയൽസ് ആർ കമ്മിങ് ഫ്രം ഗാഡ്. അത് പിശാചിൽ നിന്നല്ല. ആരിൽ നിന്നാണ് വരുന്നത്? ദൈവത്തിൽ നിന്നാണ് വരുന്നത് നമ്മൾ കണ്ടു. ഓക്കെ, നമ്മൾ അത് ദൈവത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്കതിൽ സന്തോഷിക്കാൻ കഴിയണം. അതുകൊണ്ട് തന്നെ അത് അശേഷം സന്തോഷം എന്നുവീൻ. കൗണ്ട് ഇറ്റ് ഓൾ ജോയ്, കൗണ്ട് ഇറ്റ് പ്യുവർ ജോയ്, കൗണ്ട് ഇറ്റ് ഹയസ്റ്റ് ജോയ്. പല അർത്ഥം വേണമെങ്കിൽ അതിന് ഉപയോഗിക്കാൻ പറ്റും. വെറുതെ സന്തോഷം എന്നുള്ളത് ചെറിയ സന്തോഷമല്ല, പെരുത്ത സന്തോഷം. നമ്മൾ പറയുമല്ലോ, പെരുത്ത സന്തോഷം, ഭയങ്കര സന്തോഷം. അപ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ എന്ത് വേണം? ഭയങ്കര സന്തോഷം. കഷ്ടത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഭയങ്കര സന്തോഷം. രാവിലെ ഫോൺ ചെയ്തിട്ട്, ചേച്ചി, ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വിളിച്ചതാ. എന്താ? അല്ല, പരീക്ഷയ്ക്ക് മോള് തോറ്റായിരുന്നു, അത് പറയാൻ വേണ്ടി പറഞ്ഞതാ എന്ന് പറയാൻ നമുക്ക്. ഞാൻ പറഞ്ഞത് ഇത് കേൾക്കാൻ എളുപ്പമാണ്, പക്ഷെ നമുക്ക് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു ചോദ്യം. അപ്പോൾ ഈ സന്തോഷം, അതും എങ്ങനെയുള്ള സന്തോഷിച്ച് തുള്ളുവിൻ. നമ്മളിപ്പം മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക്, നിങ്ങളുടെ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. അവിടെ പറഞ്ഞ് നിങ്ങൾ ഉപദ്രവിക്കപ്പെടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സന്തോഷിച്ച് തുള്ളുവീൻ. ഇവിടെ ഈ യാക്കോബിന്റെ ലേഖനത്തിൽ ഇതൊരു ആശംസയായിട്ടാണ് പറയുന്നത്. ആശംസയായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുമല്ലോ, വി വിഷ് യു ഗുഡ് ഹെൽത്ത് എന്നൊക്കെ പറയുന്നത് പോലെ പരിശോധനകളെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് വി വിഷ് യു ജോയ് വെൻ യു ആർ ഗോയിങ് ത്രൂ ട്രബിൾസ്. കണ്ടോളൻസ് അല്ല അറിയിക്കുന്നത്. നമ്മളാണെങ്കിൽ എന്താണ്, പ്രതിസന്ധി വരുമ്പോഴത്തേക്ക് എൻ്റെ എന്താ അവിടെ എൻ്റെ നമ്മൾ മരണത്തിനൊക്കെ പറയുമല്ലോ, എന്താ പറയുന്നത്? അനുശോചനം. ഇവിടെ അനുശോചനമല്ല പറയുന്നത്, അനുമോദനമാണ് പറയുന്നത്, ആശംസയാണ് പറയുന്നത്. അനുമോദനം എന്താ? നിങ്ങൾ കഷ്ടതയിലും പ്രയാസത്തിലൊക്കെ ആണല്ലേ, ഞാൻ എൻ്റെ ആശംസ അറിയിക്കുന്നു.
ഒത്തിരി പ്രതിസന്ധിയാണല്ലേ, എൻ്റെ കൂടുതൽ ആശംസ അറിയിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? പക്ഷെ അങ്ങനെ പറയുന്നതിന് തുല്യമായിട്ടാണ് ഇവിടെ യാക്കോബ് പറയുന്നത്. എന്താണ്? നിങ്ങളുടെ പ്രതിസന്ധികൾ കൂടി വരുമ്പോൾ, നിങ്ങളുടെ പ്രതിസന്ധികളിൽ നിങ്ങൾ എല്ലാ സ്ഥലത്തു നിന്നും എല്ലാ രീതിയിലുമുള്ള എല്ലാ പരിശോധനകളുടെ ഒരുമിച്ച് വരുമ്പോൾ ഞാൻ എൻ്റെ ആശംസ അറിയിക്കുകയാണ്. ഇതാണ് ഈ വേദോസം വായിക്കുമ്പോഴത്തേക്ക് പല സമയത്തും നമ്മൾ ചിന്തിക്കുന്നതിന് നേരെ വിപരീത അർത്ഥത്തിലാണ് ഇവിടെ വരുന്നത്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ, 1-ാം വാക്യത്തിൽ പറയുന്ന പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, മക്കാറിയോസ്, ഭാഗ്യവാൻ, ബ്ലസ്സഡ് ഈസ് ദ മാൻ ഹു എൻഡ്യൂർ ഓൾ കൈൻഡ് ഓഫ് ട്രയൽസ്. എല്ലാ പരിശോധനകളിലൂടെയും കടന്നു പോകുന്ന, ടെംപ്റ്റേഷൻസിലൂടെ കടന്നു പോകുന്ന ആളുകൾ അവരെ ഭാഗ്യവാന്മാർ എന്നുള്ള വാക്കാണ്, ഭാഗ്യവാന്മാർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ മുമ്പേ പറഞ്ഞ സന്തോഷിച്ച് ഉല്ലസിപ്പീൻ എന്നുള്ള വാക്ക് അവിടെ കൃത്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ചാപ്റ്റർ 5 10 ഓൺവേർഡ്സ് 10-ാമത്തെ വാക്യം, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗ്ഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. ശരിയായിട്ടും ഇത് ഒത്തിരി വ്യാഖ്യാനം രസമുള്ള കാര്യമാണ്, രസമായിട്ട് അവിടെ പറയുന്നത്. അതായത് നിങ്ങൾക്കെതിരെ ആളുകൾ കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കുമ്പോൾ, നിങ്ങൾ മോഷ്ടിച്ചെന്ന് പറയുമ്പോൾ, നിങ്ങൾ ഉപദ്രവിച്ചെന്ന് പറയുമ്പോൾ, നിങ്ങളെക്കുറിച്ച് അതാണ് പറയുന്നത്. എന്താണ്? എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഓ ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. കള്ളം പറയുമ്പോഴും, നമ്മളെക്കുറിച്ച് കള്ളം പറയുമ്പോൾ, കള്ളത്തരം പറയുമ്പോൾ, കള്ളക്കഥ പറയുമ്പോൾ എന്ത് ചെയ്യണം? സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പി. കാര്യം, നമ്മൾ ഇവിടെയുള്ള ഈ കാര്യങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെ ഒരാൾ എന്നെ ചീത്ത വിളിക്കുമ്പോൾ ഈ ചീത്ത വിളിക്കുന്നത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ എങ്കിൽ എനിക്ക് ദുഃഖം ഉണ്ടാകും. പക്ഷേ സ്വർഗത്തിലെ പ്രതിഫലം കാണാൻ എനിക്ക് കഴിയുകയാണെങ്കിൽ എന്തുണ്ടാകും? സന്തോഷിച്ച് ഉല്ലസിക്കുവാൻ കഴിയും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെ അവരങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. ഇത് നമുക്ക് മാത്രമൊന്നുമല്ല, ഇത് നന്മയ്ക്ക് വേണ്ടി, ജീവന് വേണ്ടി, സത്യത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി നിലകൊണ്ട എല്ലാ വ്യക്തികളോടും ഇവരെങ്ങനെ തന്നെയാണ് ചെയ്തത്? ഇങ്ങനെ തന്നെയാണ് ചെയ്തത്. അത് നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമ്മളും കൂടെ അവരുടെ ലെവലിലാണെന്നോർത്ത് നമുക്ക് സന്തോഷിക്കാൻ പറ്റുമല്ലോ. അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ? യോഹന്നാൻ സ്നാപകൻ്റെ തല വെട്ടിയ സാഹചര്യത്തിൽ എൻ്റെയും കൂടെ ഒരുത്തൻ തല വെട്ടുകയാണെങ്കിൽ എനിക്ക് സന്തോഷത്തോടെ ചെയ്യാമല്ലോ. കാര്യം എൻ്റെ മാത്രമല്ലല്ലോ, യോഹന്നാൻ സ്നാപകൻ്റെ കൂടെ തല വെട്ടിയല്ലോ എന്ന് പറയാമല്ലോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പക്ഷേ ഓടായിട്ട് തോന്നും. പക്ഷേ ഇവിടെ പറയുന്ന കാര്യം ഇതാണ്. വേദപുസ്തകത്തിലെ പല കാര്യങ്ങളും നമുക്ക് ഒരു ഓടായിട്ട് നമുക്ക് തോന്നും. ഓടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യോജിക്കാത്തതായിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അതാണ് അവിടെ ഉപയോഗിക്കുന്നതായ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓരോ സ്ഥലങ്ങളിലും ഈ സന്തോഷം കാണുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ 41 മുതലുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ വാക്കുകൾ, യേശു പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് കള്ളം പറയുമ്പോൾ, നിങ്ങളെ ഉപദ്രവിക്കുമ്പോൾ, നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സന്തോഷിച്ചുല്ലസിപ്പീൻ. ഇതുപോലെ തന്നെ യേശുവിൻ്റെ ശിഷ്യന്മാർ അതുപോലെ ചെയ്തു. നമ്മളെ അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിന് 41-ാം വാക്യം ഇന്നലെ നമ്മൾ വായിച്ച ഭാഗമാണ്. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ കഴിഞ്ഞതിൽ അവരെന്ത് ചെയ്തു? അവർ സന്തോഷിച്ചു. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ കഴിഞ്ഞതുകൊണ്ട് അവർ സന്തോഷിച്ചു. അപ്പോൾ നമുക്ക് സന്തോഷിക്കാനായിട്ട് കഴിയണം. സന്തോഷിക്കാൻ വിശ്വാസത്തിൻ്റെ പരിശോധന നമുക്ക് എന്ത് തരുന്നു? നമുക്ക് സന്തോഷം തരണം. അടുത്ത സെഷനിൽ നമ്മൾ വിശ്വാസത്തിൻ്റെ പരിശോധന എന്തിനു വേണ്ടിയാണ് പരിശോധിക്കപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ പഠിക്കാം. ഈ സെഷനിൽ നമ്മൾ വളരെ പ്രായോഗികമായി പല കാര്യങ്ങൾ പഠിച്ചു. എങ്ങനെയാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് നമ്മളിൽ കോൺഫിഡൻസ് ഉണ്ട്. ഇയ്യോബിൻ്റെ കാര്യത്തിൽ ദൈവത്തിന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമ്മളോട് തന്നെ ചോദിക്കണം, ദൈവത്തിന് നമ്മളിൽ കോൺഫിഡൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിക്കണം. എന്ന് തന്നെയല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും മറ്റും വരുമ്പോൾ ലോകത്തിലേക്ക് നോക്കാതെ എന്ത് ചെയ്യണം? നമസ്കരിക്കുവാൻ, താഴെ വീണ് നമസ്കരിക്കുവാൻ. അതായത് നമ്മുടെ പ്രതിസന്ധികളുടെ സമയത്ത് നമ്മൾ ദൈവത്തിങ്കിലേക്ക് നോക്കുവാൻ നമ്മൾ പഠിക്കണം. അതുമല്ല, അതിലുപരിയായി നമ്മൾ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കണം. എന്താണ്? ഞാൻ ലോകത്തിലേക്ക് വന്നപ്പോൾ എനിക്കൊന്നുമില്ലായിരുന്നു, ഞാൻ പോകുമ്പോഴൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, ഇതിനിടയ്ക്ക് വരുന്ന ഒരു കാര്യവും എന്നെ പറ്റിപ്പിടിക്കത്തില്ല. ഞാൻ നഗ്നനായി ലോകത്തിലേക്ക് വന്നു, നഗ്നനായി തന്നെ ഞാൻ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സാത്താനൊന്നും തനിയെ ചെയ്യാൻ കഴിയില്ല. എന്താണ്? എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയും ഉണ്ടാവുകയില്ല. എന്നാൽ
ദൈവം നമ്മളിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യുകയുള്ളൂ. ആ കോൺഫിഡൻസ് നമുക്കുണ്ടോ? വെൻ God answer your prayers, you will have confidence in God. And when God doesn't answer your prayers, God will have confidence in you. നമ്മളിലൊരു കോൺഫിഡൻസ് ദൈവത്തിനുണ്ടോ? അത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? ഇത് ആര് കൊണ്ടിരുന്നതാണ്? ദൈവമാണ്. അതാണെങ്കിൽ തീർച്ചയായും നമുക്ക് ദോഷകരമായി സംഭവിക്കുകയില്ല. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കണം.